പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് വത്സലൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക അതിക്രമ പരാതി വന്നിട്ടുണ്ട്. അതും ഒരു ദളിത് യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതിയാണ്. അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ചൂഷണം ചെയ്തു എന്നുള്ള പരാതി. അപ്പോൾ ഈ വാർത്ത വരുന്ന അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൃത്യമായി തന്നെ അയാൾക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ആദ്യം ഈ പറഞ്ഞ പ്രാഥമിക അംഗത്വം പിൻവലിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുന്ന നടപടിയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്ത് നിന്ന് കുറേയധികം ലൈംഗിക അതിക്രമ പരാതികൾ പുറത്തു വന്നിട്ടുണ്ട്. എത്ര പേർക്കെതിരെ നടപടിയെടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോൾ ലൈംഗിക അതിക്രമ പരാതി മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോഴടക്കം ഈ പറഞ്ഞ പ്രവർത്തകർക്കെതിരെ, നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരു വിമുഖത അവർക്കില്ലേ? തീർച്ചയായിട്ടും. അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയായ CPM അവരുടെ നേതാക്കളോ അവരുടെ പ്രവർത്തകരോ അവർ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിലോ അല്ലാതെയോ ഒക്കെ ആയിക്കഴിയുമ്പോൾ നടപടി എടുക്കുന്നതിൻ്റെ ഒരു ചെറുതല്ല വലിയ അമാന്തമാണ് അവർ കാണിക്കാറുള്ളത്. ഭരണത്തിലിരിക്കുന്നതിൻ്റെ സകല ആനുകൂല്യങ്ങളും വെച്ചുകൊണ്ട് അവർ കാണിക്കാവുന്നതെല്ലാം അവർ കാണിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന റാന്നിയിലെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അലൻ മാത്യു എന്ന CPM സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി പലയിടങ്ങളിൽ വെച്ച് ആ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഓരോ സമയം വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അതെ, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നു ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത്. അതെ, എന്നിട്ട് ഇപ്പോൾ അവസാനം ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിലായി കഴിഞ്ഞിട്ട് ആ കുട്ടി ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടും എത്രയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് പ്രതിയെ ഇതുവരെ പിടിക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല. ഇതിപ്പോ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകനെ പാലക്കാട് സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെ പാലക്കാട് ഒരു ഏരിയ കമ്മിറ്റി അംഗം തല്ലി ഏതാണ്ട് മരണത്തോട് മല്ലിടുന്ന രീതിയിലേക്ക് പോയി ആശുപത്രിയിൽ ആ യുവാവ് കിടക്കുമ്പോൾ പോലും ഈ തല്ലിയ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ തല്ലിയ അദ്ദേഹത്തിനെ പിടിക്കുന്നതിലും പോലീസിന് കഴിഞ്ഞില്ല. അതായത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കേസുകളിലൊക്കെ ഒരു നേരിട്ട് ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിൽ പോലും പാർട്ടിയിലെ പ്രവർത്തകർക്കെതിരെ, നേതാക്കൾക്കെതിരെയും നടപടി എടുക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്യമമുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക. ഇപ്പോൾ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുമ്പോഴാണല്ലോ നടപടി എടുക്കുക എന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടി വരിക. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം എടുക്കുകയാണെങ്കിൽ അവർ തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണമായി ബോധ്യമാകട്ടെ, അത് തെളിയട്ടെ, അതിനുശേഷം ഞങ്ങൾ നടപടിയെടുക്കാം എന്നുള്ളൊരു നിലയിലേക്കാണ് അവർ കാര്യങ്ങൾ എത്തിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു ആരോപണം വരുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പിൽ ഒരു സ്ത്രീ വന്ന് ലൈംഗിക അതിക്രമ പരാതി നടത്തുന്നു. ഒരു ആദ്യഘട്ടത്തിൽ തന്നെ അത് വ്യാജമാണോ അല്ലയോ എന്നുള്ളൊരു പൂർണ്ണമായ ധാരണ പോലീസിൽ തന്നെ ഉണ്ടാവുന്നു. നമുക്കറിയുന്ന പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് അത് കൃത്യമായി ഇടപെട്ട് ഇതൊരു വ്യാജ പരാതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മുളയിലെ നുള്ളിക്കളയുന്നൊരു രീതിയുണ്ട്. പക്ഷെ ഇതിൽ കഴമ്പുള്ളൊരു പരാതിയാണെന്ന് പോലീസിനും അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ന്യായീകരണങ്ങളില്ലാതെ അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട രീതി. അതൊരു രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദ എന്ന് വേണം പറയാൻ. ഇപ്പൊ ഇത്തരം പരാതികൾ വരുന്നു. ഇപ്പൊ അധികാര സ്ഥാനത്ത് ഒരു കൗൺസിലർ ആണെങ്കിൽ പോലും, ഒരു MLA ആണെങ്കിൽ പോലും, അതുമല്ല ഒരു ഏരിയ കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ഇത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു ധാർമ്മികതയുണ്ട്. അപ്പൊ അത് പാലിച്ചുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം മറ്റ് പ്രവർത്തകർക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതിലൊരു നടപടി എടുത്താൽ മാത്രമേ മറ്റൊരു സംഭവം ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവുകയുള്ളൂ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പാർട്ടിയിൽ നടപടി ഉണ്ടാകും എന്നുള്ളൊരു ഭയം ഉണ്ടാവുള്ളൂ. കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കൂ. കോൺഗ്രസിൽ ഇനി ഒരു ലൈംഗിക അതിക്രമ പരാതി വന്നാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്റ്റാർ ആയിരുന്നു, സെലിബ്രിറ്റി ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റി ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലും പുറത്താക്കാൻ പാർട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഗണ്യമായി തന്നെ ഈ പാലക്കാട് വിഷയത്തിൽ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. ആ അദ്ദേഹം കൗൺസിലറാണ് ഈ പ്രശോഭ് എന്ന് പറയുന്നത്. അതെ, അദ്ദേഹത്തെ പുറത്താക്കി. അത് തന്നെയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായി അത് ചെയ്തു. അവിടെയാണ് ഭരണത്തിലിരിക്കുന്നതിന്റെ സർവ്വ ആനുകൂല്യവും പറ്റിക്കൊണ്ട് CPM സ്വന്തം പാർട്ടിയെ തല്ലിയവനെ പോലും മരിക്കാറായി കിടന്ന ആ പയ്യന്റെ ജീവൻ, അവരുടെ നേതാവ് തല്ലിയ ആ പ്രവർത്തകന്റെ ഭാഗ്യം കൊണ്ടാണ് ആ പ്രവർത്തകൻ അന്ന് ജീവന് തിരിച്ചു കിട്ടിയെന്നാണ് പറയാം. ഇതിലിപ്പോ ഈ റാന്നി ഏരിയ കമ്മിറ്റി അംഗം സജീവ പാർട്ടി പ്രവർത്തകനാണ്. അലൻ മാത്യു എന്നാണ് അയാളുടെ പേര്. അയാളെ ഇതുവരെ
ഒന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല. പോലീസിനെ ഇരുട്ടിത്തപ്പാണ് പോലീസ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് ഭരണത്തിന്റെ ആനുകൂല്യം തന്നെയാണ്. ഭരണത്തിന്റെ ആനുകൂല്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ പോലീസ് ഓഫീസർമാരോട് പറയുന്നു, കണ്ണടയ്ക്കാൻ പറയുന്നു, അത് കണ്ണടയ്ക്കുന്നു, പിടിക്കുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരള പോലീസിന്റെ കഴിവിനെ നമുക്ക് ആർക്കും സംശയമില്ല. ഒരു മലയാളിക്കും സംശയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോ കേരള പോലീസ് അതിസാഹസികമായ പാലക്കാട്ടെ ഹോട്ടൽ റൂമിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല കാര്യം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പോൾ പക്ഷേ മറ്റൊരു പാർട്ടി, നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയിലും ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ആർജവും കൂടി കേരള പോലീസ് കാണിക്കണം. ഇപ്പൊ കേരള പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതിനെല്ലാം ഓർഡർ കൊടുക്കുന്ന ഒരു സംവിധാനം, ആ നിയന്ത്രണം വരുന്ന ഓഫീസിൽ നിന്ന് തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഇത്തരം ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷ എന്ന പേരിലാണ് ഈ പറഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അത് പാർട്ടിയിൽ നിന്നും അതെ, രാഷ്ട്രീയത്തിൽ നിന്നും അതെ, ചുറ്റും നിൽക്കുന്ന എല്ലാവരിൽ നിന്നും അതെ. ഒരു സ്ത്രീക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അവരുടേത് കൂടിയാണ്. ഒരു പെൺകുട്ടി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതിയുമായി മുന്നോട്ട് വരാൻ എത്രത്തോളം ധൈര്യം വേണ്ടി വരുമെന്ന് ഈ പെൺകുട്ടിയാണെങ്കിൽ പോലും ഒരു കൗൺസിലറാണ്, അല്ലെങ്കിൽ ഇപ്പുറത്തെ കാര്യത്തിൽ ഒരു കൗൺസിലറാണ്, CPM-ന്റെ കാര്യത്തിലാണെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം പോലും പിന്നെ ഉണ്ടാകാതിരിക്കാം, അത്തരം സാഹചര്യത്തിൽ വരെ പോവാം. പക്ഷെ അത്രയും ധൈര്യം എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി അത് ചെവി കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ മറ്റു സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്? ഉറപ്പാണ്. അത് ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ ചെന്ന് പറയാൻ ഒരു ധൈര്യം ഉണ്ടാവുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് നടപടി എടുക്കുന്നത്? നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തിട്ട് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടു. ഇന്നലെ സലീം കുമാർ പറഞ്ഞു, ഞങ്ങൾ ഭരണത്തിൽ വരട്ടെ. നടൻ സലീം കുമാർ പറഞ്ഞ ഞങ്ങൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുമെന്ന്. അപ്പൊ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടികൾ ചെലവാക്കി ചെയ്തിട്ട് അത് പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, റീസെന്റ് ആയിട്ട് ഈ ഭരണം അവസാനിക്കാറാവുമ്പോഴാണ് PT കുഞ്ഞമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ മേൽ ഒരു അവരുടെ തന്നെ എന്തോ അനുഭവമുള്ളതോ അല്ലാത്തതോ ആയ ഒരു വനിതയുമായി വളരെ മോശമായ രീതിയിൽ സംവിധായകൻ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ആ വനിത പരാതി കൊടുത്തിട്ട് എന്ത് നടപടിയാണ് ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ളത്? പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തെന്നോ? അല്ലെങ്കിൽ അവർ തന്നെ, അതായത് ഈ പറയുന്ന അയാളാൽ പീഡനത്തിന് ഇരയായ അവർക്ക് അവരുടെ മുഖം വരെ കാണിച്ച് അവർ പല പത്രങ്ങളിലും പല ചാനലുകളിലും അഭിമുഖം കൊടുത്തിട്ട് ഇവിടെ ഈ സർക്കാർ ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പോ ശരിക്കും ഒരു ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഈ സെലക്റ്റീവ് ആയിട്ടാണ് അവരുടെ പാർട്ടിയിലെ അംഗമാണെങ്കിൽ അവർ ചിലപ്പോൾ ഏതറ്റം വരെ പോകും. ചിലത്തൊക്കെ ആണെങ്കിൽ അവരുടെ എതിരാളി, ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറയുന്ന പ്രശോഭ് വത്സൻ എന്ന് പറയുന്ന ആള് ഈ പെൺകുട്ടിയെ പീഡനത്തിനിരയായ പെൺകുട്ടിയോട് ഇന്ന നേതാക്കളുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ സമുന്നതരായ ചില നേതാക്കളെ. അത് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ MV ജയരാജനും MM മണിയും അല്ലെങ്കിൽ വേറുള്ളവരും മൈതാന പ്രസംഗം നടത്താനായിട്ട് എല്ലില്ലാത്ത നാവും കൊണ്ട് എന്തും അങ്ങ് ചോട്ടിയടിക്കുക. ഇപ്പൊ കപ്പിൽ വെറുതെ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഷൂട്ട് നടത്തിയിട്ട് കാര്യമില്ല സാർ. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പിൽ എഴുതിയിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും ആപ്ലിക്കബിൾ ആണ് സാർ. ഈ പറയുന്ന ആ സാറിന്റെ അനുകമ്പ എന്ന് പറയുന്നത് സാർ എല്ലാവരോടും കാണിക്കണം സാർ. അത് പാർട്ടിയെന്നോ അല്ലെങ്കിൽ അല്ലാതെയെന്നോ എല്ലാവരും മക്കളാണ്. സാർ ഈ കാണിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും നമ്മൾ ഒന്നാണെന്ന് കാണണം. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് തങ്ങളുടെ പാർട്ടിയാണെങ്കിൽ ഒരു നീതി, മറ്റൊരു പാർട്ടി രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അത് മറ്റൊരു നീതി. പക്ഷെ കോൺഗ്രസിനെ കുറ്റം പറയാൻ, പീഡനം കഴിഞ്ഞ് പീഡനത്തിന് വിധേയരായ ഒരു വനിതയുടെ പരാതി പ്രകാരം അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, പാർട്ടി അംഗത്വത്തിൽ നിന്ന്. ഇവിടെ മുകേഷിനെതിരെ അവർ എന്ത് ചെയ്തു? വേറെ എത്രയോ പേരുടെ പേരുകൾ അവരുടെ പാർട്ടിയിലെ ആൾക്കാരുടെ വന്നു. എന്തിനു പറയണം? അവരിപ്പോ PK ശശി എന്ന് പറയുന്ന അവരുടെ പാർട്ടിയിലെ റിബൽ ആയിട്ടുള്ള നേതാവ് ഇപ്പൊ പാലക്കാട് മത്സരിക്കുന്നത്, അദ്ദേഹത്തിന്റെ തീവ്രത കുറഞ്ഞ പീഡനം എന്നല്ലേ ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചർ വരെ റിപ്പോർട്ട് കൊടുത്തേ. അപ്പോ ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം, ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഒരേപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, ഒരേപോലെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു അവസാന നാളുകളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കരുതാം. സ്ത്രീ സുരക്ഷയ്ക്ക് വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാട്ടേണ്ടത് എന്ന് വരുംകാലത്ത് ഇനി വരുന്ന സർക്കാർ, അത് കോൺഗ്രസ് സർക്കാരാണെങ്കിൽ അവർ കാട്ടട്ടെ എന്ന് നമുക്ക് കരുതാം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം.